ഹായ്, വെൽക്കം ടു ഉരുളയ്ക്ക് ഉപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാലച്ചീര സാമ്പാർ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഞാൻ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇതിലേക്ക് ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി കാണിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കണം. പക്ഷേ ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ചുക്ക എന്ന് പറയും, ചിക്കൻ ചുക്ക എന്ന് പറയും. അപ്പോൾ കുറച്ച് സവാള എന്ന് വെച്ചാൽ നമുക്ക് എത്ര സവാള വേണം നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ. ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല, അത് കൂടുതലായിരിക്കണമെന്നേ ഉള്ളൂ. ഒരു 1/4-3/4 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്ന് വെച്ചാൽ ഒരു 2.5 അടുപ്പിച്ചുണ്ട് ചിക്കൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കോഴി കിടന്ന് അലാറം വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇവിടുത്തെ കോഴിയല്ല ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാകും. അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവാള എടുത്ത് ഇത് മിക്സിയിലിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എണ്ണയിൽ ഇട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അടുത്ത ഞാൻ ഒരു അലായൻ്റെ ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള ഇടാണ്. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം ഫ്രൈ ആയിക്കോട്ടെ കിടന്നു. അപ്പോൾ ഞാൻ ഈ സവാള കുറച്ച് സവാള എടുത്തിട്ട് 1.5 കിലോ സവാള തന്നെ വരും. അപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ ചീനിച്ചട്ടി തന്നെ ഞാൻ ചിക്കൻ വയ്ക്കാൻ പോവുകയാണ്. ചിക്കൻ കഴുകി അടച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വരട്ടെ, കാണിച്ചു തരാം. ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചത് ഇടിയല്ലി ചതച്ച് വെച്ചതാണ്. ഇഞ്ചിയുടെ ഒക്കെ നല്ല ക്വാണ്ടിറ്റി വേണം, വെളുത്തുള്ളി നല്ല ക്വാണ്ടിറ്റി വേണം. ഞാൻ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ചേർക്കത്തില്ല, അതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ തന്നെ ചിക്കൻ കാണത്തക്ക രീതിയിൽ തന്നെ എനിക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പിടാണ്. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും കൂടെ വേണം, ഒരു 2 ടീസ്പൂണെങ്കിലും വേണം കേട്ടോ. ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ മതി. ഏക്ക് മുളക് പൊടി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സ്പൂണില്ലെന്ന് വിചാരിച്ചു, സ്പൂണുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3.5 ഇരിക്കട്ടെ. ഓക്കെ, ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എരിവില്ലെങ്കിലേ ടേസ്റ്റ് കാണത്തില്ല. പിന്നെ പിള്ളേർക്കുള്ള ഇന്നത്തെ കാര്യം അങ്ങ് മാറുന്നു. എന്നുവെച്ചാൽ പിള്ളേർക്ക് തുടച്ച് കൊടുക്കാം മസാലയൊക്കെ മാറ്റിയിട്ട്. മല്ലിപ്പൊടി ഓക്കെ, ഇനി പൊടിച്ചാലേ ഉള്ളൂ കേട്ടോ. ഇനി ഇല്ല, മല്ലിപ്പൊടിയൊക്കെ തീർന്നിരിക്കാം. ഞാൻ ഈ മല്ലിപ്പൊടിയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മുഴുവൻ മല്ലിയാണ് ഞാൻ മീനൊക്കെ അരച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വലിയ തണ്ട് കറിവേപ്പില, തക്കാളി, ഒരു 4-5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്നും വഴറ്റുന്നതല്ല, ഇതിൻ്റെ അകത്തെല്ലാം ഒന്ന് വഴറ്റിയിട്ടല്ല ഇടുന്നത്. വഴറ്റിയിട്ടിടുന്ന ഒരേ ഒരു സാധനം മാത്രമാണ് നമ്മളുടെ സവാള നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ശകലം സവാള പോലും കളയരുത്. ഓക്കെ, ഫ്രൈ വെച്ചിരിക്കണം സവാള ഇതിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് എനിക്ക് കയറി നിന്നാണ് നല്ലവണ്ണം തിരുമ്മി ചിക്കനിലൊക്കെ നല്ലവണ്ണം പിടിക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞ ശേഷം കുറവാണെങ്കിൽ ഇട്ടാൽ മതി, അതിൽ കൂടണ്ട.
ഇതൊരു കളർ നോക്കാം. ചിക്കൻ അടിയിലോട്ടൊക്കെ കിടക്കുക. എടുത്ത് മീനുകളിലോട്ട് വെച്ച് നല്ലവണ്ണം കുഴച്ച് വായിക്കൂടൊക്കെ വെള്ളം വേണം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ചിക്കനൊക്കെ വെച്ച് കൊടുക്കും. ഞാൻ ആദ്യം കഴിക്കത്തില്ല. ഒരു പീസ് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെന്തോ ചിക്കനോടൊന്നും താല്പര്യമില്ല. എനിക്കിഷ്ടം എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ വയ്ക്കുന്ന ചിക്കനാണ് മൃദുലയ്ക്ക് ഭയങ്കര ഇഷ്ടം. അവൾ ഷൂട്ടിന് പോയിരിക്കുക. അവൾ വന്നിട്ട് ഇത് കഴിച്ചിട്ട് അവൾ കിടക്കുള്ളൂ. അമ്മ വയ്ക്കുന്ന ചിക്കൻ കറി എനിക്ക് ഇഷ്ടമെന്ന് എപ്പോഴും പറയും. അപ്പോൾ നല്ലവണ്ണം തിരിഞ്ഞ് എല്ലായിടത്തും മസാല പിടിച്ച് വരണം. ചട്ടിയിലല്ലേ വെക്കണേ? ചട്ടിയിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മറ്റേ ഈ ചീനി ചട്ടിയിലാണ് വെക്കുന്നത്. അതിന് വീണ്ടും നമ്മൾ എണ്ണ ഒഴിക്കും. നമ്മൾ ഈ എണ്ണയിലിട്ടിട്ടാണ്. ഓക്കെ ആയിട്ടുണ്ടല്ലേ? നമ്മളിത് മണിക്കൂറോളം വെക്കേണ്ട കാര്യമില്ല. നമ്മളിതാ ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് തന്നെ ചീനിച്ചട്ടിയിലെടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ആയി പിടിച്ചു. നമ്മൾ നേരെ എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് നമുക്ക് മുളക് പൊടിയാ ഒന്നും ഇടണ്ട. വേണമെങ്കിൽ ഇച്ചിരി കടുക് കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് മറ്റൊരു മുളക് കൂടെ ഇട്ടിട്ട് തുടങ്ങാം. ഓക്കെ, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടുക് ഇടാൻ പോവാണ്. കടുകിട്ട് 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നല്ലവണ്ണം കടുവറ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ചിക്കൻ ഞാൻ കൈ കൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇങ്ങനെ കുറച്ചിട്ട് ഇടാം. നല്ലത് തോന്നി. അടി കിടക്കണ കടുക് വറ്റൽമുളകും കരിവേപ്പില എല്ലാം കൂടെ ഇനി മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. വേവിക്കാൻ പോകും. അത് കിടന്ന് വേവിട്ട് എല്ലാം കൂടെ ഇളക്കി വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് 2 നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടാൽ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേണ്ട അടപ്പ് തുറക്കാൻ പോകണം. കണ്ട, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും വെച്ചിട്ടില്ല. ചിക്കനിലുള്ള വെള്ളം ഊറി വിടുന്നുണ്ട്. തക്കാളി അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ളം ചേർക്കാതെ വയ്ക്കുമ്പോഴേ എന്നാൽ വേഗം ചെയ്യും. അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് സൈഡൊക്കെ വേകാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് പിന്നെയും വേകണം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ പോവുകയാണ്. അന്ന് കണ്ട ചിക്കൻ്റെ വെള്ളം കണ്ട, എണ്ണയും വെള്ളം. ഇതിന് നമ്മൾ തുറന്നിട്ട് നല്ല വെള്ളം വറ്റിച്ചെടുക്കും. അപ്പോൾ തുറന്നിട്ടാലേ വെള്ളം വറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ട് തുറന്നിട്ട് ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ തെളിഞ്ഞ ഈ വെള്ളമയം കാണുന്നത് എണ്ണയാണ് കേട്ടോ, എണ്ണയാണ്. അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം പോലും വച്ചിട്ടില്ല. നല്ല ടേസ്റ്റായിരിക്കും. അത്
ടേസ്റ്റ് ചെയ്യണത് കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയും കേട്ടോ. അവരെ എന്താണ് പറയണം നോക്കാം. എപ്പോഴും ചിക്കൻ കറി വയ്ക്കും, ഇപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് വെച്ച ചിക്കൻ കറിയാണ്. അപ്പം ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ അച്ഛനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനും മട്ടനൊക്കെ വരുമ്പോൾ അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് അച്ഛൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഉള്ള സത്യം പറയില്ല എന്നാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ചിക്കൻ കാല് വെക്കട്ടെ. പീസുണ്ട്, ചെറുതായി പീസ്. നിങ്ങൾക്ക് പീസ് വെച്ച് ഞാൻ അച്ഛന് പീസ് വയ്ക്കാൻ പറഞ്ഞു. ചൂട് ഭയങ്കര ചൂട്. പോലെ ഇനി നോക്കണം അല്ലേ? ഇത് തന്നെ എപ്പോഴും ഇനി നോക്കണം. എങ്ങനെയുണ്ട്? അത് പാത്രത്തിൽ വെള്ളം വീഴില്ലേ വായിലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.